Hi dears, welcome to A Dream BCom online class. Today we are discussing BCOS 185 Entrepreneurship. It's block 2nd, Unit 5 Business Opportunity Identification and Selection. We know that entrepreneurs are in a pursuit of opportunities, or they are searching for new business opportunities for exploiting them. നമ്മളുടെ സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ള പുതിയ പുതിയ ബിസിനസ് അവസരങ്ങളെ തേടി പിടിക്കുക, അതായത് വേട്ടയാടി പിടിക്കുന്നത് പോലെ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവനവൻ്റെ ബിസിനസ്സിൽ സക്സസ് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് എൻട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും അവരിങ്ങനെ ഈഗറായിട്ട് നിൽക്കുകയാണ്, എപ്പോഴും ഇങ്ങനെ ശ്രദ്ധയോടെ, ജസ്റ്റ് ലൈക്ക് എ വാച്ച് ഡോഗ് എന്നൊക്കെ നമുക്ക് പറയാം, നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എവിടെയാണ് പുതിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നത്, നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസരം എവിടെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എൻട്രപ്രണേഴ്സും. അപ്പോൾ നമ്മുടെ അരിസ്റ്റോട്ടിലിൻ്റെ ഒരു വാചകമുണ്ട്, വെൽ ബിഗിൻ ഈസ് ഹാഫ് ഡൺ. അത് എൻട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയായ ഒരു കാര്യമാണ്. കാരണം നല്ലൊരു തുടക്കം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു യാത്രയുടെ പകുതി ചെയ്തതുപോലെയാണ്. ഒരു ജോലി ചെയ്യുന്ന സമയത്ത് കൃത്യമായി നല്ല രീതിയിൽ അത് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ആ ജോലി പകുതി ചെയ്തതുപോലെ അതിന് തുല്യമാണ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ എൻട്രപ്രണേഴ്സിൻ്റെ കാര്യത്തിൽ അത്രയും കൃത്യമാണ്. കാരണം അവർ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ച് ആ ഒരു ബിസിനസ്സാണ് അവർ തുടങ്ങുന്നതെങ്കിൽ അത് പകുതി വിജയിച്ചതുപോലെ തന്നെയാണ്. കാരണം അത് അത്രയും നല്ല ഒരു ഐഡിയ ആണെങ്കിൽ അതിനൊരിക്കലും റിജക്ഷൻ ഉണ്ടാവില്ല. മാർക്കറ്റിൽ നിന്ന് ഒരിക്കലും മറ്റുള്ളവർ അതിനെ ഉപേക്ഷിക്കില്ല, പിന്തള്ളില്ല. അതിന് കൃത്യമായ സക്സസ്സും ഗ്രോത്തും നമ്മൾക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അപ്പോൾ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. ദാറ്റ് മീൻസ് ഫൈൻഡിങ് എ റൈറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി അറ്റ് റൈറ്റ് ടൈം. അവിടെയാണ് പ്രാധാന്യം. ശരിയായ ഒരു ബിസിനസ് ഐഡിയ നമ്മൾ രൂപീകരിക്കുന്നത് എപ്പോഴായിരിക്കണം? ആ കൃത്യമായിട്ടുള്ള സമയത്തായിരിക്കണം. ഒരുപാട് നേരത്തെ തുടങ്ങിയാലും സക്സസ് ഉണ്ടാവില്ല, ഒരുപാട് വൈകി തുടങ്ങിയാലും നമ്മുടെ ബിസിനസ്സിന് സക്സസ് ഉണ്ടാവില്ല. കൃത്യമായ സമയത്ത് കൃത്യമായ ഒരു ബിസിനസ് ആശയം കൊണ്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഏത് എൻട്രപ്രണേഴ്സിനും അവർക്ക് അവരുടെ മാർക്കറ്റ് കൃത്യമായി എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരുടെ അന്തിമ ലക്ഷ്യമായിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ള ഒബ്ജക്റ്റിൽ എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഐഡിയാസ് നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് എൻട്രപ്രണേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വൈ, വേർ, വെൻ ആൻഡ് ഹൗ ആൻ ഓപ്പർച്യൂണിറ്റി അറൈസസ്. എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഒരു അവസരം ഉണ്ടാകുന്നത്, ഇതെല്ലാം ഇവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു സ്പാർക്ക് കിട്ടുമ്പോൾ തന്നെ ആ ഒരു ബിസിനസ് തോട്ടിൽ നിന്ന് കൃത്യമായ ഒരു ബിസിനസ് ഐഡിയ ക്രിയേറ്റ് ചെയ്തെടുത്ത് ഡെവലപ്പ് ചെയ്തെടുത്ത് അത് കൃത്യമായി നടപ്പിലാക്കിയാൽ അവർക്ക് നല്ല സക്സസ്സിലെത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എൻട്രപ്രണേഴ്സ് ശ്രദ്ധിക്കുന്നത് റീസണബിൾ ട്രെൻഡുകളാണ്. എന്താണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ കാണുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണ്? ആ ട്രെൻഡ് ഫോളോ ചെയ്താലേ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ കോമൺ ആയിട്ട് ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്ന കുറച്ച് ട്രെൻഡ് എന്ന് പറയുന്നത്, ഒന്ന് വെയറബിൾ ട്രെൻഡാണ്. വെയറബിൾ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൈക്രോ പ്രോസസ്സേഴ്സിൻ്റെയൊക്കെ സൈസ് വളരെ കുറഞ്ഞു വരികയാണ്. സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസിൻ്റെ അഡോപ്ഷൻ മൂലം എന്ത് യന്ത്രങ്ങൾ വേണമെങ്കിൽ എത്ര ചെറിയ സൈസിൽ വേണമെങ്കിൽ നമ്മൾക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഈ സ്മാർട്ട് വാച്ചുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയോ ടെക്നോളജികളാണ് അതിൻ്റെ ഉള്ളിൽ അവർ അപ്ലൈ ചെയ്യുന്നത്. കോൾ ചെയ്യാൻ പറ്റും, ഗെയിം കളിക്കാൻ പറ്റും, വീഡിയോ അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ. അപ്പോൾ വെയറബിൾ ട്രെൻഡ് ഇന്നത്തെ സാഹചര്യത്തിലുണ്ട്. നമ്മളുടെ ശരീരത്തിൽ ഘടിപ്പിച്ച് നടക്കാൻ പറ്റുന്ന എക്യുപ്മെൻറ്റ്സിനോടുള്ള ആളുകളുടെ താല്പര്യം. അപ്പോൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അത് എപ്പോഴും പ്രിഫറബിൾ ആയിരിക്കും. അപ്പോൾ വെയറബിൾ ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട്. ദെൻ രണ്ടാമതായി പറയുന്നതാണ് ഗ്രീൻ ട്രെൻഡ്.
ഗ്രീൻ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനെ കുറിച്ച് നല്ല അവയർനെസ് ആണ്. പണ്ടൊക്കെ നമ്മൾ അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തേണ്ടിയിരുന്നു. അതായത് നമ്മളുടെ പരിസ്ഥിതി സംരക്ഷിക്കണം, ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രിസർവ് ചെയ്ത് വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെയൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് പലർക്കും ആരോഗ്യ സംരക്ഷണം, പ്രകൃതി സംരക്ഷണം, അങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സുകളുള്ള താല്പര്യം അതൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ പ്രോഡക്ട്സിന് നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ട്രെൻഡ് ഇക്കോളജിക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള, അപ്പോൾ കാറുകളാണെങ്കിലും ഹൈബ്രിഡ് കാറുകൾക്കൊക്കെ വളരെ ഡിമാൻഡാണ്, നല്ല ഡിമാൻഡുണ്ട്. അതേപോലെ ഇക്കോളജിക്കൽ പ്രിസർവേഷൻ ഉപയോഗിക്കുന്ന തരം പ്രോഡക്റ്റുകളാണെങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ഗ്രീൻ ട്രെൻഡ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്നൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ദെൻ മൂന്നാമതായി വരുന്നത് പേയ്മെൻറ്റ്സ്. ഇപ്പോൾ എല്ലാവരും ഡിജിറ്റൽ കറൻസിയാണ് അല്ലേ, ആരും ക്യാഷ് കയ്യിൽ കൊണ്ട് നടക്കുന്നില്ല. ഒക്കെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റുകൾ നടത്താം. ക്യാഷ് കയ്യിൽ വെക്കാതെ തന്നെ നമുക്ക് എന്ത് പേയ്മെൻറ്റ് വേണമെങ്കിൽ നടത്താം. UPI പേയ്മെൻറ്റുകൾ, Paytm, അങ്ങനെ കുറേ ബില്ലുകൾ അടയ്ക്കാനും എല്ലാം ഓൺലൈൻ പേയ്മെൻറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊരു ട്രെൻഡാണ്, പേയ്മെൻറ്റ് സിസ്റ്റംസ് ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് ലെൻഡിങ് മണി, lendingtree.com. പിന്നെ അതേപോലെ തന്നെ ക്രെഡിറ്റിലോ ഡെബിറ്റിലോ ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരം ബിൽ ഡെസ്കുകൾ, ദെൻ Paytm സർവീസുകൾ, അങ്ങനെയുള്ള ആ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലും ഒരുപാട് പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിന് സാധ്യതയുണ്ട്. ദെൻ അടുത്തതാണ് മേക്കർ ട്രെൻഡ്. ഇപ്പോൾ പല പ്രോഡക്റ്റുകളും ഓൺലൈനിൽ നമ്മൾക്ക് കിട്ടുന്നത് പല പല പാർട്സുകളായിട്ടായിരിക്കും. എന്നിട്ട് അത് എങ്ങനെയാണ് അസംബിൾ ചെയ്തുകൊണ്ട് ആ ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ടത്, വി ആർ മേക്കിംഗ് ഇറ്റ്. ആ വാങ്ങിക്കുന്ന ആളാണ് അത് ആ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ വലിയൊരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മളിത് ഓൺലൈനിൽ സെയിൽ ചെയ്യാമെന്ന് നമ്മൾ ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതിനെ പല പല പാർട്ടുകളാക്കി ചെറിയൊരു ബോക്സിലാക്കി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന ആളുകൾ അതൊരു ഫൈനൽ പ്രൊഡക്റ്റായി അസംബിൾ ചെയ്തെടുക്കും. അങ്ങനെ ഒരു മേക്കിംഗ് ട്രെൻഡ് ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ദെൻ അടുത്തതാണ് മൊബൈൽ ട്രെൻഡുകൾ. മൊബൈൽ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണുകൾ ഇപ്പോൾ ഒരു റെവല്യൂഷണറി വേയിലാണെന്ന് പറയാം. ഓരോ സമയത്തും ഓരോ ദിവസത്തിലും എന്ന് പറയുന്നത് പോലെ പുതിയ പുതിയ ഫീച്ചേഴ്സ് ഉള്ള ആൻഡ്രോയിഡ് ഫോണുകളും മറ്റ് സ്മാർട്ട് ഫോണുകളും നമ്മുടെ മാർക്കറ്റിൽ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾക്കിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നമ്മൾക്ക് അവൈലബിൾ ആണ്. ദെൻ ഹെൽത്ത് ട്രെൻഡാണ്. ആളുകൾക്ക് ഇപ്പോൾ അവരുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ട്. കൃത്യമായി ജിമ്മുകളിൽ പോവുക, എക്സർസൈസുകൾ ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യത്തിന് ആവശ്യമായ രീതിയിലുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുക. അങ്ങനെ കുറേ ബോധങ്ങളുണ്ട് ആളുകൾക്കിടയിൽ, കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ. അപ്പോൾ അത്തരം പ്രോഡക്റ്റുകൾക്ക് ഇപ്പോൾ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ആണെങ്കിലും ഫിറ്റ്നസ് സെൻറ്ററുകളാണെങ്കിലും ഫിറ്റ്നസ് ടോയ്സ്, ഇപ്പോൾ പഞ്ച് ബലൂണ്, ബൈസൈക്കിൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇതിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഹെൽത്ത് ട്രെൻഡിൽ കണ്ടൻ്റായി വരുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, അത് മെയിൻ ഐഡിയ ആയി വരുന്ന ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ വരുന്നതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇന്നത്തെ കാലത്ത് നെറ്റ് ഇല്ലാതെ ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും ആർക്കും ചിലവഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. എന്തിനും നമ്മൾക്ക് നെറ്റ് വേണം. അൺലിമിറ്റഡ് നെറ്റാണ് ഓരോരുത്തരും നമ്മുടെ ഫോണിൽ റീചാർജ് ചെയ്യുന്നത്. കാരണം നമ്മൾക്കത് അത്രയും ആവശ്യമാണ്. ഇനി കുറച്ച് കാലം കൂടെ കഴിയുമ്പോഴേക്കും നമ്മളിപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലെ വായു നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളത് അറിഞ്ഞുകൊണ്ടാണോ മീൻസ് നമ്മളിങ്ങനെ ഓരോ നിമിഷം ആലോചിക്കുന്നുണ്ടോ നമ്മൾ വായു ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ശ്വസിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല. സൺലൈറ്റ് നമ്മൾക്ക് എത്രയോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൺലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുന്ന പോലും ഇല്ല. അതേപോലെയാണ് ഇനി നെറ്റിൻ്റെ ഒരു അവസ്ഥ വരാം. നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സങ്കേതം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു
ഒരു തോന്നൽ പോലും ഇനി വരുന്ന തലമുറയ്ക്ക് ഉണ്ടാവില്ല. കാരണം അത് ഓൾറെഡി അവരുടെ ഒരു അന്തരീക്ഷത്തിലുള്ള വസ്തുവായി മാറിയതുപോലെയാണ് ഇന്നത്തെ സാഹചര്യം. അപ്പോൾ അത്തരം മേഖലകളിലെല്ലാം പുതിയ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ എൻട്രപ്രണേഴ്സ് തിരഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ മാറി വരുന്ന ട്രെൻഡിനനുസരിച്ച് ഏത് മേഖലയിൽ നിന്നാണ് ഏറ്റവും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നത് എന്ന് നോക്കിയിരിക്കലാണ് നമ്മുടെ എൻട്രപ്രണർ ജോലി. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു ബിസിനസ് ഐഡിയ സെലക്ട് ചെയ്യുന്നു, അത് നമ്മളുടെ ബിസിനസ് ആക്കി മാറ്റി അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നു. അപ്പോൾ ബിസിനസ് ഐഡിയ ജനറേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു എൻട്രപ്രണർ പെർഫോം ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അയാൾക്ക് അത്രയും സക്സസ് ആവുമെന്ന് ഉറപ്പുള്ള ബിസിനസ് ഐഡിയ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. പിന്നീടാണ് അത് ഐഡിയ ആക്കി മാറ്റുന്നതും ജനറേറ്റ് ചെയ്യുന്നതും സ്ക്രീൻ ചെയ്യുന്നതുമൊക്കെ. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് കണ്ടെത്തുകയാണ്. നമ്മൾ പറഞ്ഞു വെൻ, വൈ, വേർ ആൻഡ് ഹൗ ദേ അറൈസ്. അത് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ദ എൻട്രപ്രണേഴ്സ് ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ബിസിനസ് ഐഡിയ ദാറ്റ് ഈസ് ദ മോസ്റ്റ് പ്രോമിസിങ് ബിസിനസ് ഐഡിയ. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഒരു എൻട്രപ്രണർക്കും എല്ലാ ഐഡിയയും ഒപ്പം നടത്തി സക്സസ് ആക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയ ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ ആ ബിസിനസ് ഐഡിയയാണ് നമ്മൾ നമ്മുടെ ബിസിനസ്സായിട്ട് നമ്മുടെ പ്രവൃത്തികളായിട്ട് സെലക്ട് ചെയ്യുന്നത്. എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഉത്തരം ആ പ്രോപ്പർ പ്രോമിസിങ് ബിസിനസ് ഐഡിയയിൽ നിന്നാണ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? ഇറ്റ് മേ ബി ആൻ ഇൻവെൻഷൻ, എന്തെങ്കിലും പുതിയൊരു കാര്യം കണ്ടുപിടിക്കുന്നതാവാം. എ ന്യൂ പ്രോഡക്റ്റ് ഓർ സർവീസ്, ഒരു പുതിയ ഉൽപ്പന്നമോ പുതിയ സേവനമോ അതിനെക്കുറിച്ചിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാവാം. ഓർ ആൻ ഒറിജിനൽ ഐഡിയ, യഥാർത്ഥത്തിലുള്ള ഏതെങ്കിലും ഒരു ആശയമാവാം. ഓർ സൊല്യൂഷൻ ടു ആൻ എവരിബഡി ഫേസിങ് എവരിഡേ പ്രോബ്ലം, എല്ലാവരും എല്ലാ ദിവസവും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാവാം. അങ്ങനെ എന്തുമാവാം. ഒരു ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രാക്ടിക്കലാക്കി നടപ്പാക്കാൻ കഴിയുന്ന, മാർക്കറ്റിൽ ആളുകൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യവുമാവാം. ഇപ്പോൾ ഐഡിയ എന്ന് പറയുന്ന ആ ഒരു വാക്ക്, ഇപ്പോൾ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നു, ആ IDEA എന്ന് പറയുന്ന ആ 4 ലെറ്റേഴ്സും ഓരോ പ്രത്യേക കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് നമ്മുടെ എൻട്രപ്രണേഴ്സ് പറയുന്നത്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഐഡിയാസ് എന്ന് നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത് I എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ കണ്ടെത്തുക, തിരിച്ചറിയുക. രണ്ടാമതായി ഡി എന്നുള്ള ലെറ്റർ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഡിസൈനിങ് ഇൻ ടു പ്രോട്ടോടൈപ്പ് ഓർ ഷോ ടു സെഗ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. നമ്മളുടെ ആ ഐഡിയ നമ്മൾ എന്താക്കി മാറ്റുന്നു? ഒരു ഡിസൈൻ ആക്കുന്നു, ഒരു പ്രോട്ടോടൈപ്പ്, അതിൻ്റെ ഒരു മാതൃക. ദെൻ മൂന്നാമത്തെ ലെറ്റർ ഇ ആണ്. ഇ എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂസീവ് ഓർ യുണീക്ക്, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കോമ്പറ്റേറ്റേഴ്സ്. നമ്മൾ ഈ സ്വീകരിക്കുന്ന ഈ ആശയം എന്ന് പറയുന്നത് നമ്മളുടെ കോമ്പറ്റേറ്റേഴ്സ് ഓഫർ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം, നമ്മൾ വേറിട്ട് നിൽക്കണം, യുണീക്കായിരിക്കണം. ദെൻ എ എന്ന് പറയുന്നത് ആക്സെപ്റ്റബിൾ ടു സെഗ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. നമ്മൾ വെറുതെ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഓഫർ ചെയ്താൽ പോരാ, അത് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം. ദെൻ ലാസ്റ്റിൽ വരുന്നത് യെസ്, ഐഡിയാസ് എന്ന് പറയുന്നതിൽ എസ് എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത് സാറ്റിസ്ഫൈയിങ് ദ സെഗ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി ഫോർ വിച്ച് മെയ്ഡ്. നമ്മൾ ഒരു സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ ഉദ്ദേശിച്ചായിരിക്കും ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് എന്ന് പറയുന്ന ഐഡിയ രൂപീകരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സെഗ്മെൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയണം. അവർക്ക് എന്താണോ ആവശ്യം അത് നമ്മൾക്ക് നൽകാൻ കഴിയണം. അപ്പോൾ ഐഡിയാസ് എന്ന് പറയുമ്പോൾ അതിലെ ഓരോ ലെറ്ററുകളും നമ്മൾ ആ ഒരു ആശയ രൂപീകരണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഐഡിയ സെലക്ട് ചെയ്യുമ്പോൾ അത് അത്രയും സ്യൂട്ടായതായിരിക്കണം. നമ്മൾ ഏത് കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടാണോ ഈ പ്രോസസ്സ് നടത്തുന്നത്
ആ കസ്റ്റമേഴ്സിന് ആപ്റ്റായ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പ്രോമിസ് ചെയ്യുന്ന ഒരു ഐഡിയ ആയിരിക്കണം ഒരു എൻട്രപ്രണർ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എവിടെ നിന്നൊക്കെയാണ് നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക? വിച്ച് ആർ ദ സോഴ്സസ് ഓഫ് ബിസിനസ് ഐഡിയാസ്? 2 ഗ്രൂപ്പാണുള്ളത്. സോഴ്സസ് ഓഫ് ബിസിനസ് ഐഡിയാസിൽ 2 സോഴ്സ് വരും. ഇൻറ്റേർണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. ബിസിനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ, അതായത് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾക്ക് ചില സോഴ്സുകളിൽ നിന്ന് ബിസിനസ് ഐഡിയ ഡിറൈവ് ചെയ്തെടുക്കാൻ കഴിയും. അതിലേതൊക്കെയാണ് വരുന്നത്? ഇൻറ്റേർണൽ സോഴ്സസിൽ 1 റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, 2 ഇൻട്രാപ്രണർഷിപ്പ്, 3 ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്. അതെല്ലാം നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റർപ്രണർ തന്നെയാണ് ഇതിൽ പലതും കണ്ടുപിടിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു R&D ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ അവർ തുടർച്ചയായി മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. അതുപോലെ മാർക്കറ്റിംഗ് ട്രെൻഡുകൾ മനസ്സിലാക്കും. നമ്മളുടെ കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ തുടർച്ചയായ പഠനത്തിൻ്റെ റിസൾട്ടുകളാണ് നമ്മൾക്ക് ആശയമായി തരുന്നത്. ഇനി കൺസ്യൂമേഴ്സിന് നമ്മൾ ഇതാണ് നൽകേണ്ടത് എന്ന് പറഞ്ഞ് പുതിയ അവസരങ്ങൾ നമ്മൾക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരിചയപ്പെടുത്തി തരുന്നു. പക്ഷേ അവിടെയുള്ള ഒരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഒരു റിസർച്ച് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് വിങ്ങിനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അത് ഒന്നുകിൽ നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ വെച്ച് തന്നെ നമുക്ക് റിസർച്ച് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതല്ലെങ്കിൽ പുറത്തു നിന്ന് നമ്മൾക്ക് ഐഡിയ നൽകുന്ന ആളുകളുണ്ട്. മാർക്കറ്റിംഗ് ട്രെൻഡുകളെക്കുറിച്ചും മാർക്കറ്റിൽ സക്സസ്സിന് സാധ്യതയുള്ള ഐഡിയാസും നൽകുന്ന ഔട്ട്സൈഡ് സോഴ്സുകളുണ്ട്, അതായത് ഈ റിസർച്ച് നടത്തുന്ന ആളുകൾ. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിത്തിൻ ദ ഓർഗനൈസേഷൻ നടത്താം, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ നടത്താം. എങ്ങനെയാണെങ്കിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ നമ്മൾക്ക് ഒരുപാട് നവീന ആശയങ്ങൾ ലഭിക്കാറുണ്ട്. പിന്നെ രണ്ടാമതായി പറയുന്നത് ഇൻട്രാപ്രണർഷിപ്പാണ്. എൻട്രപ്രണർ എന്താണെന്ന് നമുക്കറിയാം. അതേപോലെ ഇൻട്രാപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾ, ഇപ്പോൾ എംപ്ലോയീസൊക്കെ ഉണ്ടായിരിക്കും. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ലാത്ത ബാക്കിയുള്ള ആളുകൾ, സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾ, അവർക്ക് പലപ്പോഴും പുതിയ നല്ല ആശയങ്ങൾ നൽകാൻ കഴിയും. കാരണം അവരിങ്ങനെ കസ്റ്റമേഴ്സുമായിട്ടൊക്കെ ഇങ്ങനെ റിലേഷനിലുള്ള ആളുകളാണ്, കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് എന്താണ് കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിലിരിപ്പ്, അവർക്ക് ഇനി എന്താണ് വേണ്ടത് എന്ന് വേഗം തിരിച്ചറിയാൻ നമ്മുടെ എംപ്ലോയീസിനോ സെയിൽസ് ഫോഴ്സിനോ ഒക്കെ സാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക, അതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കും. ഈ ആശയം അവരുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ നൽകുന്ന ആളുകളാണ് ഇൻട്രാപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് ആണ്. പല എൻട്രപ്രണേഴ്സിൻ്റെയും അല്ലെങ്കിൽ പല വ്യക്തികളുടെയും ഹോബികളുടെ റിസൾട്ടായിട്ട് പുതിയ ബിസിനസ്സുകൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അവരുടെ ഹോബിയെ ബേസ് ചെയ്തുകൊണ്ട് പുതിയ ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. ആ സ്ഥാപനത്തിന് ഒരുപാട് ബ്രാഞ്ചുകളും വലിയ ഡെവലപ്മെൻറ്റും ഒക്കെ ആയിട്ട് ഇന്നത്തെ സമൂഹത്തിൽ കാണാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതിൽ പറയുന്നുണ്ട് വിരാട് കോഹ്ലി, നമ്മുടെ സ്പോർട്സ്മാൻ ആണ്. അദ്ദേഹം ആ ഫിറ്റ്നസ് സെൻറ്റർ, അതിൻ്റെ ഒരു ചെയിനാണ്, ചിസൽ എന്ന പേരുള്ള ഒരു ഫിറ്റ്നസ് സെൻറ്റർ ചെയിൻ ബിസിനസ് ഓൺ ചെയ്യുന്ന ആളാണ് വിരാട് കോഹ്ലി. കാരണം അദ്ദേഹത്തിൻ്റെ ഒഴിവ് സമയങ്ങൾ അദ്ദേഹം പലപ്പോഴും ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയാണ് ചിലവഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതേപോലെയുള്ള ആളുകൾക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു ഫിറ്റ്നസ് സെൻറ്റർ അത് സക്സസ് ആയപ്പോൾ അതൊരു ചെയിൻ ഓഫ് സെൻറ്റേഴ്സായി മാറി. അതിൻ്റെ പേരാണ് ചിസൽ. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പാട്ടുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കഫേകളുണ്ട്. അപ്പോൾ ഓരോന്നും നമ്മളുടെ ഹോബീസിൽ നിന്നും നമ്മൾക്ക് പല ബിസിനസ് ഐഡിയാസും ജനറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇൻറ്റേർണൽ സോഴ്സസിൽ ഈ 3 കാര്യങ്ങളാണ് വരുന്നത്: റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇൻട്രാപ്രണർഷിപ്പ്, ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇനി അടുത്തത് എക്സ്റ്റേർണൽ സോഴ്സുകളാണ്. ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ വി ആർ സീക്കിംഗ് ഐഡിയാസ് ഫ്രം outside sources and it include need recognition of customers. മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് നമ്മുടെ സ്ഥാപനത്തിന് പുറത്തുള്ള ആൾക്കാരാണ് കസ്റ്റമേഴ്സ്. ആ കസ്റ്റമേഴ്സിൻ്റെ അൺസാറ്റിസ്ഫൈഡ് നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം.
ഇനി അവർക്ക് എന്താണ് ആവശ്യം, അവരുടെ അസംതൃപ്തമായ ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ ബിസിനസ് ഐഡിയാസ് ആക്കി മാറ്റിയെടുക്കുന്നതാണ് നീഡ് റെക്കഗ്നീഷൻ ഓഫ് കസ്റ്റമേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, അവരോട് ചോദിച്ചറിയുക, ക്വസ്റ്റ്യനെയേഴ്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരോട് ഡയറക്റ്റായി ചോദിക്കുകയോ എങ്ങനെ വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, സർവേ നടത്തിയിട്ടോ ഇൻഫോർമലായ രീതിയിലോ ഇൻ്റർവ്യൂ നടത്തിയോ ഒബ്സർവേഷൻ നടത്തിയോ ഒക്കെ നമ്മൾക്ക് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ബിസിനസ് ഐഡിയാസ് രൂപീകരിച്ചെടുക്കുകയും ചെയ്യാം. ദെൻ രണ്ടാമതായി പറയുന്നത് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. നിലവിൽ നമ്മൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആൻഡ് സർവീസസിൽ ആൾട്ടറേഷൻസ് വരുത്താം അല്ലെങ്കിൽ ഇന്നോവേഷൻസ് വരുത്താം. നമ്മളുടെ ആ ഉൽപ്പന്നം കുറച്ചുകൂടി നല്ല രീതിയിൽ എങ്ങനെ കസ്റ്റമേഴ്സിന് സേവനം ചെയ്യാൻ കഴിയും എന്ന് നോക്കി നമ്മൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് ഡാറ്റ സ്റ്റോറേജ് ഡിവൈസുകൾ. ആദ്യ കാലഘട്ടങ്ങളിൽ ഫ്ലോപ്പി ഡിസ്കുകളായിരുന്നു, പിന്നീട് അത് കോമ്പാക്റ്റ് ഡിസ്കുകൾ അല്ലെങ്കിൽ CD-കളായി മാറി, പിന്നെ പെൻ ഡ്രൈവുകൾ, മറ്റ് ചെറിയ ചെറിയ മെമ്മറി കാർഡുകൾ, അങ്ങനെ രൂപമാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം ചെയ്യുന്നത് ഒരേ ജോലി തന്നെയാണ്. ഇപ്പോൾ ഒക്കെ എവിടെയാണ്, ക്ലൗഡ് സ്റ്റോറേജ് ആണ് അല്ലേ. നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരുപാട് പുതിയ പുതിയ വെർച്വൽ സങ്കേതങ്ങൾ വരെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന് കൂടുതൽ പുതിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ ബിസിനസ് ഐഡിയാസ് രൂപീകരിക്കാം. ദെൻ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്. കസ്റ്റമേഴ്സുമായി ക്ലോസ് കണക്ഷനിലുള്ള ആളുകളാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലെ മെമ്പേഴ്സ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സിലെ ആളുകളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടും നമ്മൾക്ക് ബിസിനസ് ഐഡിയാസ് രൂപീകരിക്കാം. അവരോട് ചോദിക്കാം, നിങ്ങൾ ഈ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് എന്താണ് നിങ്ങളോട് പറയാറുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണ്, എങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ആണ് ആളുകൾക്ക് ആവശ്യം, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്. കാരണം ഈ പ്രോഡക്റ്റിൻ്റെ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ നടത്തുന്നത് അവരാണ്. അപ്പോൾ അവർക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ചും അതിൻ്റെ ഹാൻഡ്ലിങ്ങിനെ കുറിച്ചും കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനെയൊക്കെ കുറിച്ച് നല്ല വിവരങ്ങൾ നൽകാൻ കഴിയും. അപ്പോൾ അത്തരം ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിൽ നിന്നും അല്ലെങ്കിൽ ചാനൽ മെമ്പേഴ്സിൽ നിന്നും നമ്മൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ഐഡിയാസ് കളക്ട് ചെയ്തെടുക്കാം. പിന്നെ വരുന്നതാണ് ട്രേഡ് ജേർണൽസ്, ബിസിനസ് മാഗസീൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. പബ്ലിഷ്ഡ് സോഴ്സസ് ആണ്. അതിൽ വരുന്ന പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ ട്രെൻഡുകൾ, മാർക്കറ്റിലെ വ്യത്യാസങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ റെഗുലറായി ഒബ്സർവ് ചെയ്ത് കൊണ്ടിരുന്നാൽ പുതിയ ബിസിനസ് ഐഡിയാസ് കിട്ടും. കാരണം ട്രേഡ് ജേർണൽസിലൊക്കെ എപ്പോഴും നമ്മളുടെ മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള ലേഖനങ്ങളും റൈറ്റപ്പുകളും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾക്ക് ബിസിനസ് ഐഡിയാസ് സെലക്ട് ചെയ്യാം. പിന്നെ ട്രേഡ് ഫെയേഴ്സ് ആൻഡ് എക്സിബിഷൻസ്. വ്യാപാരമേളകളൊക്കെ നടക്കുമ്പോൾ എത്രയോ സ്ഥലത്ത് നിന്നുള്ള സെല്ലേഴ്സും ബയേഴ്സും ഒക്കെ വരുന്ന സ്ഥലമാണ് ഫെയറുകളും എക്സിബിഷൻസും. അപ്പോൾ അവിടെ പല നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പല തരത്തിലുള്ള പ്രോഡക്ട്സ് നമ്മൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ പുതിയ പുതിയ ഉപയോഗങ്ങൾ, ആളുകൾ ആവശ്യപ്പെടുന്ന രീതികൾ, അവരെന്താണ് ചോദിക്കുന്നത്, പല കടകളിലും വന്നിട്ട് അവർ ആവശ്യപ്പെടുന്നത് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾക്ക് ട്രേഡ് ഫെയറുകളും എക്സിബിഷൻസും സന്ദർശിച്ചാൽ മതി. അപ്പോൾ അവിടെ നിന്നുള്ള ആശയങ്ങളിൽ നിന്ന്, അവിടെ നിന്ന് കിട്ടുന്ന സ്പാർക്കുകളിൽ നിന്ന് നമ്മൾക്ക് പുതിയ ബിസിനസ് ഐഡിയാസ് രൂപീകരിക്കാൻ കഴിയും. ദെൻ ലാസ്റ്റിൽ വരുന്നത് ഗവൺമെൻറ് സ്കീമുകളാണ്. നമ്മളുടെ ഗവൺമെൻറ് തന്നെ നമ്മുടെ നാട്ടിലുള്ള യങ് എൻ്റർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്കീമുകൾ നൽകുന്നുണ്ട്. ലേഡീസിന് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിലും അതിൽ ഒരുപാട് ആശയങ്ങൾ അവർ നൽകും. അവർ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും. അവർ വ്യവസായ മേഖലയുടെ ഡയറക്ടറേറ്റുകളുടെയൊക്കെ കീഴിൽ വെച്ചുകൊണ്ട് ഒരുപാട് ഇൻഡസ്ട്രിയൽ ക്ലാസ്സുകളും സെമിനാറുകളും ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഗവൺമെൻറ് സ്കീമുകളിൽ നിന്ന് നമ്മൾക്ക് ബിസിനസ് ഐഡിയ രൂപീകരിച്ചെടുക്കാം. ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബോർഡ് ഓഫ് ഇന്ത്യ ഹാസ് ലെഡ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്, ഇന്ത്യൻ കരകൗശല വസ്തുക്കൾക്കും അതുപോലെ തന്നെ അവർക്കൊക്കെ പല തരത്തിലുള്ള ഇൻസെൻറ്റീവുകളൊക്കെ കൊടുത്തിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യാം. അതേപോലെ തന്നെ വില്ലേജ് ആർട്ടിസാൻസ് ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ അവരുടെ ആ നൈപുണ്യത്തിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് ആ അറിയുന്ന കഴിവിനെ ഒന്നുകൂടെ എക്സ്പേർട്ടൈസ് ചെയ്യാൻ വേണ്ടി റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യും. അതേപോലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് സ്റ്റെപ്പ്.
സപ്പോർട്ട് ടു ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഫോർ വിമൺ, അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്കീമുകളുണ്ട്. പിന്നെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫുഡ് പ്രോസസ്സിങ്, ഇതിലൊക്കെയാണ് 16 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ട്രെയിനിങ് ആയിട്ട് നൽകുന്നുണ്ട്. പിന്നെ ഉള്ള സ്കീമുകളാണ് ജൻധൻ ആധാർ മൊബൈൽ, ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ്, ട്രേഡ് റിലേറ്റഡ് എൻ്റർപ്രണർഷിപ്പ് അസിസ്റ്റൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ട്രെഡ്. അങ്ങനെ കുറേ സ്കീമുകൾ നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നല്ല നല്ല കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് അവർക്ക് ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വിവരങ്ങൾ അറിയാത്തത് കൊണ്ടോ അവർ ബിസിനസ് തുടങ്ങാതിരിക്കരുത്. പലപ്പോഴും ക്യാപിറ്റൽ അസിസ്റ്റൻസ് വരെ ഗവൺമെൻറ് നൽകുന്നുണ്ട്. അപ്പോൾ ബിസിനസ് ഐഡിയ ജനറേറ്റ് ചെയ്യാൻ നമ്മൾക്ക് ഇൻറ്റേർണൽ സോഴ്സസും ഉപയോഗിക്കാം, എക്സ്റ്റേണൽ സോഴ്സസും ഉപയോഗിക്കാം. ടെക്നിക്സ് ഓഫ് ഐഡിയ ജനറേഷൻ. ബിസിനസ് ഐഡിയ ജനറേറ്റ് ചെയ്യാൻ നമ്മൾക്ക് എന്തെല്ലാം രൂപങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ വിദ്യകളാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്, ഏതൊക്കെ ടെക്നിക്സാണ്? അതിൽ ഫസ്റ്റ് വൺ ബ്രെയിൻ സ്റ്റോമിങ്. ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ് ടെക്നിക്കാണ്. ഒരു ഇൻഫോർമൽ അപ്രോച്ച് പോലെ പീപ്പിൾ ആർ ഗാദേർഡ് ടുഗദർ ആൻഡ് ഫോമിങ് ന്യൂ ഐഡിയാസ്. നമ്മൾ അവിടെ ക്രിറ്റിസിസംസ് ഇല്ല, ജഡ്ജ്മെൻറ്റുകളില്ല, റിവാർഡുകളില്ല. ഒരു കൂട്ടം ആളുകളെ കൂടിച്ചേർന്ന് ഇരുത്തി നമ്മളൊരു വിഷയം അല്ലെങ്കിൽ ഒരു പ്രശ്നം അതിനെക്കുറിച്ചിട്ടുള്ള പുതിയ പുതിയ ഐഡിയാസ് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാം. അതിൽ പലതും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ദേ ആർ ഫ്രീ ടു എക്സ്പ്രസ് ദെയർ ഐഡിയാസ്. അപ്പോൾ ഒരുപാട് ബ്രെയിനുകളുടെ കോൺട്രിബ്യൂഷൻസ് അവിടെ ഉണ്ടാകുന്നു. കുറേ ആളുകളെ കൂട്ടിച്ചേർത്ത് അവരെല്ലാവരും അവർക്ക് തോന്നുന്ന ആശയങ്ങൾ മുഴുവൻ പറയുകയും നമ്മളത് നോട്ട് ചെയ്യുകയും ചെയ്യാം. അതിൽ നിന്ന് നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് മാത്രം തിരഞ്ഞെടുത്താൽ മതി. പക്ഷേ അവിടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ആണ്, പല ആളുകളുടെ ആശയങ്ങളുടെ ഒരു കൂട്ടമായി നമ്മൾക്ക് ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ റിസൾട്ടിൽ നിന്ന് കിട്ടും. കുറേ ഐഡിയാസ് ഉണ്ടാവും. അതിൽ കുറേ എണ്ണം സെലക്ട് ചെയ്യാൻ പറ്റുന്നതുണ്ടാവും, കുറേ എണ്ണം ഒന്നിനും പറ്റാത്തതുണ്ടാവും. പക്ഷേ അവിടെ ആശയങ്ങൾ പറയുന്ന ഒരാളെയും നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയോ അത് തെറ്റാണെന്ന് പറയുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ ഒരു കൂട്ടം ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കൂട്ടം ആശയങ്ങൾ രൂപീകരിക്കുന്ന ഒരു പ്രോസസ്സാണ് ബ്രെയിൻ സ്റ്റോമിങ്, ഇൻഫോർമൽ പ്രോബ്ലം സോൾവിങ് ടെക്നിക്. ദെൻ രണ്ടാമതായി പറയുന്നത് ബ്രെയിൻ റൈറ്റിംഗ് ആണ്. ഇത് നമ്മൾ വെർബലായിട്ട് ഇങ്ങനെ ഇരുന്ന് പറയുകയാണ് നമ്മളുടെ ആശയങ്ങൾ. എന്നാൽ ബ്രെയിൻ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു സൈലൻ്റ് ടെക്നിക്കാണ്. അവിടെ നമ്മൾ ഏകദേശം ഒരു 6 പേരൊക്കെയുള്ള ഗ്രൂപ്പുകളാക്കി തരംതിരിക്കും. എന്നിട്ട് അവരോട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഐഡിയാസ് എഴുതാൻ പറയും. ബ്രെയിൻ റൈറ്റിംഗ് ആണ്. നമ്മളവിടെ വെർബലായിട്ടുള്ള എക്സ്പ്രഷൻസ് ഇല്ല. ആ ഗ്രൂപ്പുകളോട് മിനിമം ഒരു 3 ഐഡിയയെങ്കിലും നിങ്ങൾ എഴുതണം എന്നുള്ള രീതിയിൽ അവരോട് പറയുന്നു. അങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് ബ്രെയിൻ റൈറ്റിംഗ്. ഇനി അതേപോലെ വരുന്ന അടുത്ത സെക്ഷൻ അല്ലെങ്കിൽ അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് ഫോക്കസ് ഗ്രൂപ്പാണ്. ഫോക്കസ് ഗ്രൂപ്പിൽ നമ്മൾ 8 മുതൽ 14 വരെയുള്ള ഗ്രൂപ്പുകളായി ആളുകളെ തരംതിരിക്കുന്നു. എന്നിട്ട് അവരോട് ആശയങ്ങൾ രൂപീകരിക്കാൻ പറയുന്നു, അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ പറയുന്നു. ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടി ഒരു മോഡറേറ്ററെയും നമ്മൾ വയ്ക്കും. അപ്പോൾ ഈ ഫോക്കസ് ഗ്രൂപ്പുകളിലുള്ള ആളുകൾ പലപ്പോഴും ടെക്നിക്കലി അതിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നല്ലൊരു ഇൻഡെപ്ത് ഡിസ്കഷനാണ് നൽകുന്നത്. മോഡറേറ്റർ എന്താണ് നമ്മളുടെ ഈ ചർച്ചയുടെ ഉദ്ദേശം, അതുപോലെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി മോഡറേറ്റർ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഈ ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്ന പുതിയ പുതിയ ആശയങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നു. അതാണ് ഫോക്കസ് ഗ്രൂപ്പ്. ദെൻ അടുത്തത് മൈൻഡ് മാപ്പിംഗ് ആണ്. മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ടെക്നിക്കാണ്. നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന ആശയങ്ങളെ നമ്മൾ പിക്ചറൈസ് ചെയ്യുന്നു, അത് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ മെയിൻ ഒരു ഐഡിയ ഉണ്ടായിരിക്കും, അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെയൊക്കെ ഡിഫറെൻറ്റ് നോഡുകളായിട്ട് നമ്മൾ അവിടെ എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ നമ്മൾക്കുള്ളിലുള്ള ആശയത്തെ ഗ്രാഫിക്കലി, അപ്പോൾ സെൻട്രൽ ഐഡിയയും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ആൻസിലറി ഐഡിയാസ് മുഴുവനും അതിലുണ്ടായിരിക്കും. അങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ ഹ്യൂറിസ്റ്റിക് ഐഡിയേഷൻ ടെക്നിക്സ്. ഹ്യൂറിസ്റ്റിക് ഐഡൻറ്റിഫിക്കേഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഐഡിയകളെ എന്ത് ചെയ്യുന്നു,
ഒരുപാട് ആശയങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ്. ചിലപ്പോൾ നിലവിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാവും, എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിൻ്റെ ചില ഫീച്ചേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ രണ്ടോ മൂന്നോ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് പുതിയൊരു പ്രോഡക്റ്റ് രൂപീകരിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ യൂസേജ് വേറൊരു പ്രോഡക്റ്റിൻ്റെ യൂസേജും കൂടെ ആഡ് ചെയ്യുന്ന തരത്തിൽ നമ്മളുടെ പ്രോഡക്റ്റിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ചിലപ്പോൾ പ്രോഡക്റ്റിലായിരിക്കാം മാറ്റങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ യൂസേജസിലായിരിക്കാം മാറ്റങ്ങൾ വരുത്തുന്നത്. എങ്ങനെയാണെങ്കിലും രണ്ടോ മൂന്നോ ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ ആശയമാക്കി മാറ്റുന്ന രീതിയാണ് ഹ്യൂറിസ്റ്റിക് ഐഡിയേഷൻ ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത്. ഹിറ്റ് എന്നുള്ള പേരിലാണ് ഈ ടെക്നിക്ക് അറിയപ്പെടുന്നത്. പിന്നെ വരുന്നത് ഏതാ? അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ബ്രെയിൻ മാപ്പിംഗ് പറഞ്ഞു, അതേപോലെ തന്നെ സ്റ്റോമിങ് പറഞ്ഞു, ഫോക്കസ് ഗ്രൂപ്പ്, ഹ്യൂറിസ്റ്റിക് ഐഡിയേഷൻ. ദെൻ ആറാമതായി വരുന്നത് സ്കാംപർ എന്ന് പറയുന്ന ടെക്നിക്കാണ്. സ്കാംപർ എന്ന് പറയുമ്പോൾ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ടെക്നിക്കാണ്. ഈ സ്കാംപറിലെ ഓരോ ലെറ്ററിനും ഓരോ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എസ് എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മൾ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കിങ് എബൌട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ ഇറ്റ്സ് പ്രോസസ്സിങ് ഫോർ സംതിങ് എൽസ്. നമ്മളുടെ നിലവിലുള്ള പ്രോഡക്റ്റിൻ്റെ വിവിധ ഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഒക്കെ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ, ഇതിന് വേറെ എന്തെങ്കിലും ഉപയോഗങ്ങളുണ്ടോ, അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് തിങ്ക് ചെയ്യുന്നതാണ് എസ് എന്നുള്ള ലെറ്റർ. രണ്ടാമത്തെ ലെറ്റർ സി ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻ. Combine means thinking about combining different products, features or process into develop completely new product. അതായത് വിവിധ പ്രോഡക്റ്റുകളുടെ നിലവിലുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഉപയോഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾക്ക് പുതിയൊരു പ്രോഡക്റ്റ് നിർമ്മിച്ചെടുക്കാൻ കഴിയുമോ, അങ്ങനെ കമ്പൈൻ ചെയ്യാം. ദെൻ എ എന്ന് പറയുന്നത് അഡാപ്റ്റ് ആണ്. അഡാപ്റ്റ് സിഗ്നിഫൈസ് അഡാപ്റ്റിംഗ് ഡിഫറെൻറ്റ് മെഷേഴ്സ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. സന്ദർഭത്തിനനുസരിച്ച് ഡിഫറെൻറ്റ് മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുക, അങ്ങനെ അത് സ്വീകരിക്കാം. ദെൻ എം എന്ന് പറയുന്നത് മോഡിഫൈ. മോഡിഫൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. അനദർ യൂസ്, എന്തെങ്കിലും പുതിയ രീതിയിലുള്ള ഉപയോഗങ്ങൾ വരുത്തുന്നതാണ് പുട്ട്. പി, അതായത് സ്കാംപറിലത്തെ പി എന്ന് പറയുന്നത് പുട്ട് ടു അനദർ യൂസ്. മോഡിഫൈ ചെയ്യണം, നവീനവൽക്കരണങ്ങൾ നടത്തണം. ഫിസിക്കൽ ക്വാളിറ്റീസിലോ ഫീച്ചേഴ്സിലോ സൈസിലോ പ്രൈസിലോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് മോഡിഫൈ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള പ്രോഡക്റ്റിൽ തന്നെ മാറ്റം വരുത്തുന്നു. ദെൻ പി എന്ന് പറയുന്നത് പുട്ട് ഇൻ ടു അനദർ യൂസ്, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ദെൻ അടുത്ത ലെറ്റർ ഇ ആണ്, എലിമിനേറ്റ്. എലിമിനേറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് നോൺ എസെൻഷ്യൽ കോമ്പോണൻസിനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ റെഡ്യൂസിങ് ടൈം ആൻഡ് എഫേർട്ട്, ചെലവ് കുറയ്ക്കാം, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട്. പിന്നെ ആർ എന്ന് പറയുമ്പോൾ റീ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. റീ അറേഞ്ചിങ് കോമ്പോണൻസ് ഓർ യൂസ് ഡിഫറെൻറ്റ് ഓർഡർ. അപ്പോൾ സ്കാംപർ എന്ന് പറയുമ്പോൾ നിലവിലുള്ള പ്രോഡക്റ്റിൽ തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ പുതിയ ആക്ടിവിറ്റി ചെയ്ത് മാറ്റങ്ങൾ വരുത്തി പുതിയൊരാശയമാക്കി മാറ്റുന്നു. ദെൻ അടുത്ത ഐഡിയ ഏതാണ്? ഐഡിയ യൂസിങ് ജനറേറ്റിംഗ് ടെക്നിക്ക് ഏതാണ്? പ്രോബ്ലം ഇൻവെൻറ്ററി അനാലിസിസ്. പ്രോബ്ലം ഇൻവെൻറ്ററി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫോക്കസ് ഗ്രൂപ്പിൻ്റെ ഒക്കെ ഒരു കുറച്ചുകൂടെ നല്ലൊരു എക്സ്പാൻഡഡ് വേർഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ പ്രോബ്ലം ഇൻവെൻറ്ററി അനാലിസിസിൽ ഫോക്കസ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ, ഏതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള പുതിയ ആശയങ്ങൾ രൂപീകരിക്കുകയേ ചെയ്യുന്നുള്ളൂ. പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചോ പുതിയ സർവീസിനെ കുറിച്ചോ പുതിയ പുതിയ ആശയങ്ങൾ രൂപീകരിക്കുന്നു. എന്നാൽ പ്രോബ്ലം ഇൻവെൻറ്ററി അനാലിസിസിൽ നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് പ്രോഡക്ട്സ്, പിന്നെ നിലവിൽ വരാൻ സാധ്യതയുള്ള കുറേ പ്രോബ്ലംസും കുറേ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഏതൊക്കെ പ്രൊഡക്റ്റാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്,
ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി അനലൈസ് ചെയ്യുന്ന ടെക്നിക്കാണ് പ്രോബ്ലം ഇൻവെൻറ്ററി അനാലിസിസ്. അപ്പോൾ അവിടെ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നു, അവിടെ വരാൻ സാധ്യതയുള്ള പ്രോബ്ലങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, ഏതൊക്കെ പ്രൊഡക്റ്റാണ് ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് എന്നും ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റിൽ വരുന്നതാണ് ഫ്രീ അസോസിയേഷൻ. ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്ന സമയത്ത് ന്യൂ ഐഡിയ ത്രൂ വേർഡ് അസോസിയേഷൻ ആണ്. അതായത് സൈക്കിൾ ഓഫ് വേർഡ് അസോസിയേഷൻ. കുറേ വാക്കുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ ഒരാശയം രൂപീകരിച്ചെടുക്കുന്നു. അത് രണ്ട് രീതിയിൽ നമ്മൾക്ക് നടത്താം. ഒന്ന് സീരിയൽ അസോസിയേഷൻ, രണ്ട് സെൻറ്റേർഡ് അസോസിയേഷൻ. സീരിയൽ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു വേർഡ്, പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ് ജനറേറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ തുടർച്ചയായി റിലേറ്റഡ് ആയ വേർഡ്സ് ഇങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെ കണക്ട് ചെയ്ത് വരുന്ന വേർഡ്സ് ഇങ്ങനെ എഴുതി 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 പുതിയൊരാശയത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ആദ്യം ഒരാശയം ഉണ്ടാവും, ആ ആശയവുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലമോ അതിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ നോക്കി അതിൽ മോഡിഫിക്കേഷൻ വരുത്തി വേറൊരാശയമാവും. അങ്ങനെ വേർഡുകൾ ക്രമത്തിൽ ഇങ്ങനെ അടുക്കി 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 ലാസ്റ്റിൽ നമ്മളെ ഏറ്റവും നല്ലൊരാശയത്തിൽ എത്തിച്ചേരുന്നു. എന്നാൽ സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഐഡിയ, സെൻട്രൽ ഐഡിയ ഉണ്ടാവും. ദെൻ അതിലേക്ക് പുതിയ പുതിയ വേർഡുകൾ, അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന വേർഡുകളൊക്കെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്ത് നമ്മളുടെ ആ ആശയത്തിനെ ഇങ്ങോട്ട് നവീനവൽക്കരിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫോമിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഒരു പണ്ടത്തെ നമ്മുടെ ബ്രെയിൻ സ്റ്റോമിംഗ് ഇല്ലേ, കുറേ ആളുകളുടെ ആശയം ഒരുമിച്ച് ചേർക്കുന്നത്, അതേപോലെയാണ് നമ്മൾ ഒരു ഒറിജിനൽ ട്രിഗർ ഉണ്ടായിരിക്കും. ദെൻ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മൾട്ടിപ്പിൾ അസോസിയേഷൻസും കൂടെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇത്തരം 8 ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് പുതിയ പുതിയ ബിസിനസ് ഐഡിയാസ് ജനറേറ്റ് ചെയ്തെടുക്കാം. അതിൽ ഏറ്റവും നല്ലത്, എവിടെ നിന്നാണ് ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള ഐഡിയ നമ്മൾക്ക് ലഭിക്കുന്നത്, അതാണ് എൻ്റർപ്രണേഴ്സ് അഡോപ്റ്റ് ചെയ്യാറുള്ളത്. ബിസിനസ് ഐഡിയ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു, അത് ഒരുപാട് ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് ഐഡിയാസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത സ്റ്റേജായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സ്കാനിങ് ആൻഡ് സ്ക്രീനിങ് ഓഫ് ബിസിനസ് ഐഡിയ. നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ച, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കൂട്ടം ഐഡിയാസ് എല്ലാം കൂടെ ഒന്നും നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. ഒരിക്കലും എല്ലാ ഐഡിയാസും ഒരു എൻ്റർപ്രണേഴ്സിനും, എത്ര വലിയ എൻ്റർപ്രണേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ MNCകൾ എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് കിട്ടുന്ന എല്ലാ ഐഡിയാസൊന്നും അവർ അപ്ലൈ ചെയ്യാറില്ല. അതിൽ ഏറ്റവും സ്യൂട്ടബിളായ ഐഡിയാസാണ് ഒരു എൻ്റർപ്രണർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ നമ്മൾക്ക് ആ ബെസ്റ്റ് പ്രോമിസിങ് ഐഡിയ കണ്ടുപിടിച്ചെടുക്കാൻ കഴിയും, ആ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിനെയാണ് സ്കാനിങ് ആൻഡ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതൊരു എലിമിനേഷൻ ടെക്നിക്കാണ്. ആവശ്യമുള്ള ഐഡിയാസിനെ ഫിൽട്ടർ ചെയ്തെടുക്കുക. ആവശ്യമില്ലാത്ത മീൻസ് നമ്മൾക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ കഴിയാത്ത ഐഡിയാസിനെ ഒഴിവാക്കുക. ആ ഒരു എലിമിനേഷൻ പ്രോസസ്സാണ് സ്ക്രീനിങ് ഓഫ് ഐഡിയാസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്നു നമ്മൾ ഓരോ ബിസിനസ് ഐഡിയാസിൻ്റെയും ഓരോ പ്രത്യേക ക്വാളിറ്റീസ്, നമ്മൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എത്രമാത്രം അതിൽ പ്രസൻ്റ് ആണ് എന്ന് നോക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ബിസിനസ് ഐഡിയ സ്ക്രീനിങ്. അതിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദ സെലക്റ്റഡ് ബിസിനസ് ഐഡിയ ഈസ് കോമ്പാറ്റിബിൾ വിത്ത് അവർ ഓവറാൾ ഒബ്ജക്റ്റീവ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ ലക്ഷ്യവുമായി ചേർന്ന് പോകുന്നതാണോ നമ്മൾ തിരഞ്ഞെടുത്ത ഐഡിയ. അതുപോലെ തന്നെ ഇഫ് ഇറ്റ് എൻഷുവേഴ്സ് എ വയബിൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൽ കൃത്യമായി ഒരു റിട്ടേൺ നമ്മൾക്ക് അതിൽ നിന്ന് ലഭിക്കുമോ, ആ ഒരു ഐഡിയ പരിഗണിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് റിട്ടേൺ ഉണ്ടാകുമോ. അതേപോലെ നമ്മളുടെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജിയും മാർക്കറ്റിലുള്ള ഡിമാൻഡും ഒക്കെ അനുസരിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ബിസിനസ് ഐഡിയ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ കഴിയുമോ, ഇതൊക്കെ വിലയിരുത്തണം. അപ്പോൾ ബിസിനസ് ഐഡിയ സ്ക്രീനിങ്ങിന് വേണ്ടി നമ്മൾ ചില ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. ആ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമായി അട്രാക്റ്റീവ്നെസ് ഓഫ് ദ ഐഡിയ.
നമ്മൾ സെലക്ട് ചെയ്തെടുത്ത ഈ ഒരു ഐഡിയ എൻട്രപ്രണർക്കും അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള ആളുകൾക്കും, നമ്മൾക്ക് മാർക്കറ്റിലാണല്ലോ പ്രോഡക്റ്റിന് ഡിമാൻഡ് വേണ്ടത്, അവിടെയുള്ളവർക്കും ഇത് അട്രാക്റ്റീവ് ആണോ, കേൾക്കുന്ന സമയത്ത് നമ്മൾക്കിത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണോ, അവരെ അത് കൃത്യമായി ആകർഷിക്കുന്ന തരം ഐഡിയയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ദെൻ രണ്ടാമതായി പറയുന്നത് എബിലിറ്റി ടു അണ്ടർടേക്ക്, നമ്മൾക്കിത് ഏറ്റെടുക്കാൻ പറ്റുന്നതാണോ. ഇപ്പോൾ എൻട്രപ്രണർക്ക് അയാളുടേതായ ചില കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഐഡിയ, നമ്മൾ തിരഞ്ഞെടുത്ത ഐഡിയ കൂടുതൽ എന്തെങ്കിലും ടെക്നിക്കൽ നോളജോ അല്ലെങ്കിൽ ഇയാൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ട്രെയിനിങ്ങോ ഒക്കെ ആവശ്യമായി വരുന്നതാണോ, നമ്മൾക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ദെൻ മൂന്നാമതായി പറയുന്നത് പ്രാക്ടിക്കബിലിറ്റിയാണ്. ചിലപ്പോൾ ചില ഐഡിയാസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല പ്രോമിസിങ് ആണ്, നല്ല പ്രോഫിറ്റബിൾ ആണ്, ഏറ്റവും നല്ല ബെസ്റ്റ് ഐഡിയ ആണെന്നൊക്കെ തോന്നും. പക്ഷെ അത് നടപ്പിലാക്കാൻ പറ്റാത്തതായിരിക്കും. നമ്മളുടെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ബിസിനസ് ഇപ്പോൾ ഇന്ത്യയിലാണ്, കേരളത്തിലാണെങ്കിൽ ആ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ആശയമാണെങ്കിൽ നമ്മൾക്കത് എത്ര പ്രോമിസിങ് ആയിട്ടുള്ള ഐഡിയ ആയിട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രാക്ടിക്കബിൾ ആണോ എന്ന് നോക്കണം. ദെൻ നാലാമതായി പറയുന്നത് പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടോ. നമ്മൾ ആ സെലക്ട് ചെയ്ത് വെച്ച പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ആ സർവീസ് ഐഡിയയ്ക്ക് ഇന്ന് നമ്മളുടെ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ, അതോ നമ്മുടെ കസ്റ്റമേഴ്സ് അതിന് ഓപ്പോസിറ്റായി നിൽക്കുന്ന ആളുകളാണോ, അവരുടെ ഡിമാൻഡിന് സ്യൂട്ട് ആവാത്തതാണോ എന്ന് നമ്മൾ നോക്കണം. കാരണം സസ്റ്റൈനബിലിറ്റി ആണ് നമ്മളുടെ ലക്ഷ്യം. കുറേ കാലം നിലനിൽക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ്സിന് അങ്ങനെ ഒരു ലോങ് ടേം എക്സിസ്റ്റൻസ് വേണമെങ്കിൽ പ്രസൻറ്റ് ഡിമാൻഡ് ആൻഡ് ഫ്യൂച്ചർ ഡിമാൻഡ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ അങ്ങനെ പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യണം. ദെൻ അഞ്ചാമതായി പറയുന്നത് എബിലിറ്റി ടു കോംബാറ്റ് കോമ്പറ്റീഷൻ. നമ്മുടെ സിമിലർ ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേറെയും മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ അവരുമായി മത്സരിച്ച് നിൽക്കാൻ നമ്മൾക്ക് യോജിച്ചതാണോ, അതല്ല നമ്മളുടെ ഈ ഐഡിയയിലുള്ള പ്രൊഡക്റ്റിനേക്കാൾ എത്രയോ നല്ല നല്ല പ്രൊഡക്റ്റുകൾ നമ്മളുടെ കോമ്പറ്റേറ്റേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൊട്ട ബിസിനസ്സും കൊണ്ട് ചെന്നാൽ നമ്മൾക്ക് സക്സസ് ഉണ്ടാവില്ല, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കോമ്പറ്റേറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജിയുമായി കോമ്പാറ്റബിൾ ആണോ നമ്മളുടെ ഐഡിയ എന്ന് നോക്കണം. ദെൻ എബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ്, നമ്മുടെ പ്രൊഡക്റ്റിന് വ്യത്യസ്തമായി നിലനിൽക്കാൻ കഴിയണം. മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടൊരു ഐഡൻറ്റിറ്റി വേണ്ടേ, ഒരു യുണീക്നെസ് വേണ്ടേ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റിന് അതിൻ്റേതായ ഒരു പൊസിഷൻ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ ഉണ്ടോ, ഈ ആശയത്തിനൊരു വ്യത്യസ്തതയുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ദെൻ പ്രൈസ് പൊട്ടൻഷ്യൽ നോക്കണം. ഒരിക്കലും പ്രൈസ് വാറുകൾ ഉണ്ടാവാൻ പാടില്ല. നമ്മൾക്ക് ലോങ് ടേം എക്സിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മൾ ആ ഒരു പ്രൈസ് അഡോപ്ഷൻ പോളിസി, സ്കിമ്മിങ് ആണോ പെനിട്രേഷൻ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് മാർക്കറ്റ് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് വേണം. കോമ്പറ്റീഷൻ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ സ്കിമ്മിങ് പോളിസി ഒന്നും അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പ്രൈസ് വാറുകളില്ലാതെ നോക്കണം. ദെൻ റിസോഴ്സ് അവൈലബിലിറ്റി, നമ്മൾക്ക് നമ്മളുടെ ഈ ബിസിനസ് ഐഡിയ അപ്ലൈ ചെയ്യാൻ മാർക്കറ്റിൽ ഉള്ള ഡിമാൻഡിനനുസരിച്ച് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാനുള്ള റിസോഴ്സുകൾ നമ്മൾക്കുണ്ടോ എന്ന് നോക്കണം. അത് ഏത് റിസോഴ്സും ആവാം, മാൻ, മെറ്റീരിയൽ, മെഷീനറി, മണി എന്നൊക്കെ പറയുന്ന ആ റിസോഴ്സുകൾ എല്ലാം നമ്മൾക്ക്. ഇപ്പോൾ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി വേണം, കൃത്യമായി വർക്ക് ഫോഴ്സ് വേണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടോ, ഈ ബിസിനസ് ഐഡിയ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾക്ക് ലഭ്യമാണോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 2 സ്റ്റെപ്പുകളായിട്ടാണ് സ്ക്രീനിങ് നടത്താറുള്ളത്. മൊത്തത്തിലുള്ള ബിസിനസ് ഐഡിയാസ് നമ്മൾ എടുത്തു വയ്ക്കും. അതിൽ നിന്ന് ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള ഒരു 7-8 ഐഡിയാസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഐഡിയാസിനെ ഈ ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ട് നമ്മളൊരു 5 പോയിൻ്റ് സ്കെയില്, ഇപ്പോൾ 0 to 5 എന്നുള്ള രീതിയിൽ പോയിന്റുകൾ നൽകിക്കൊണ്ട് നമ്മൾ ഈ ക്രൈറ്റീരിയാസിന് മാർക്കിടും. അപ്പോൾ 0 to 5 എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഓരോ ഈ ക്രൈറ്റീരിയ നോക്കി നമ്മൾക്കത് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് നോക്കുന്ന സമയത്ത് 1 മാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് പുവർ ആണ്, സ്റ്റാറ്റസ്. 2 മാർക്കാണെങ്കിൽ ആവറേജ്, ന്യൂട്രൽ ആണെങ്കിൽ ഒരു 3 മാർക്ക്, 4 മാർക്കാണെങ്കിൽ ഗുഡ് ഐഡിയ, 5 മാർക്കാണെങ്കിൽ വെരി ഗുഡ്. അങ്ങനെ ഓരോ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് നമ്മളുടെ ആ ബിസിനസ് ഐഡിയയ്ക്ക് ഇങ്ങനെ മാർക്കിടും.
അപ്പോൾ ഈ മൊത്തത്തിൽ 8 ക്രൈറ്റീരിയ നമ്മൾക്ക് നോക്കാനുണ്ട്. അപ്പോൾ 8 എണ്ണത്തിലും കൂടെ കിട്ടുന്ന മാർക്കുകൾ ടോട്ടൽ ചെയ്യും. ഇഫ് ദ ടോട്ടൽ ഈസ് എബവ് 20 മാർക്കിലും കൂടുതലാണ് നമ്മളുടെ ബിസിനസ് ഐഡിയക്ക് കിട്ടുന്ന പോയിന്റ് എങ്കിൽ അത് ഒരു പ്രോമിസിങ് ആണ്, ഗുഡ് ഐഡിയ ആണ് എന്ന് പറയും. 20ൽ കൂടുതൽ എത്രത്തോളം മാർക്ക് കിട്ടുന്നുണ്ടോ, ടോട്ടൽ 8 എണ്ണമാണ്, അപ്പോൾ മാക്സിമം 40 മാർക്ക് വരെ വരും. കാരണം ഒരു ഐഡിയയ്ക്ക് നമ്മൾ മാക്സിമം കൊടുക്കുന്നത്, വെരി ഗുഡിന് കൊടുക്കുന്നത് 5 മാർക്കാണ്. അപ്പോൾ 8 ക്രൈറ്റീരിയയും കൂടെ മാക്സിമം 40 മാർക്ക്. അപ്പോൾ അതിൽ 20ൽ കൂടുതൽ എത്രത്തോളം പോയിന്റുകൾ കൂടി വരുന്നു അതിനാണ് നമ്മൾ അത്രയും ആക്സെപ്റ്റബിൾ ആണ് ഐഡിയ എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു 2-3 ഐഡിയാസ് നമ്മളിങ്ങനെ ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ ഒരു ഐഡിയയ്ക്ക് 22 മാർക്ക്, ഒരു ഐഡിയയ്ക്ക് 34 മാർക്ക്, ഒരു ഐഡിയയ്ക്ക് 18 മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 3 ഐഡിയകളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക ഏതിനെയാണ്? 34 മാർക്ക് കിട്ടിയത്, അതായത് മാക്സിമം സ്കോർ ചെയ്ത ബിസിനസ് ഐഡിയ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഐഡിയ സ്ക്രീനിങ് നടത്തുന്ന സമയത്ത് നമ്മൾ ഈ റേറ്റിംഗ് സ്കെയിൽ വെച്ചുകൊണ്ട് ക്രൈറ്റീരിയാസിനെ ഇവാലുവേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ നടത്തേണ്ട വേറൊരു അനാലിസിസ് ആണ് സോട്ട് അനാലിസിസ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട്. അപ്പോൾ നമ്മൾക്ക് ഓരോ ബിസിനസ് ഐഡിയയിൽ നിന്നും നമ്മളുടെ ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്സ്, ഇതിൽ ചില കാര്യങ്ങളൊന്നും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചില ത്രെട്ടുകളൊന്നും, ഇപ്പോൾ ഗവൺമെൻറ് പോളിസിയോ ലീഗൽ ഇഷ്യൂസോ അതൊന്നും നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം ഒരു ബിസിനസ് ഐഡിയ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് നല്ല നല്ല ആശയങ്ങൾ ലഭിച്ചാൽ മാത്രം പോരാ, നമ്മൾക്കത് അപ്ലൈ ചെയ്യാനും കൂടെ കഴിയണം. അപ്പോൾ ഏറ്റവും നല്ല ഐഡിയ വേണം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. സെലക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ ന്യൂ പ്രോഡക്റ്റ്. ഇപ്പോൾ ബിസിനസ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നത് പറഞ്ഞു, ആ ഐഡിയാസിനെ സ്ക്രീൻ ചെയ്തെടുക്കുന്നതും പറഞ്ഞു. അങ്ങനെയൊക്കെ സ്ക്രീൻ ചെയ്തെടുത്ത് ബിസിനസ് ഐഡിയാസ് വെച്ച് നമ്മൾ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ആദ്യമായിട്ട് ഡിസൈഡ് ചെയ്യേണ്ടത് വാട്ട് ടു പ്രൊഡ്യൂസ് എന്നാണ്. എന്നാൽ നമ്മുടെ സ്ഥാപനം ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ നമ്മൾ തീരുമാനിക്കേണ്ടത് വാട്ട് ടു മാർക്കറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ, ഒരു പുതിയ പ്രോഡക്റ്റിൻ്റെ ഐഡിയ, ആ പ്രോഡക്റ്റ് നമ്മൾ നമ്മുടെ ബിസിനസ്സിന് ഇത് ചേരും എന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ കുറേ ക്രൈറ്റീരിയാസ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഐഡിയ സ്ക്രീനിങ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് പ്രോഡക്റ്റ് ഐഡിയ. നമ്മൾ ആ പ്രോഡക്റ്റ് നമ്മൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് കുറേ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യമായി ചെയ്യുന്നത് മാർക്കറ്റ് സർവേ ആൻഡ് അസസ്മെൻറ്റ് ഓഫ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന ഈ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഡിമാൻഡ് ഉണ്ടോ, ആ മാർക്കറ്റിൽ ആ പ്രോഡക്റ്റിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് മാർക്കറ്റിൽ അന്വേഷിക്കും, മാർക്കറ്റിനെ കുറിച്ച് സർവേ നടത്തും. അപ്പോൾ നമ്മൾ പറയുന്നത് എത്ര നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റർപ്രണർ ആയിട്ടും കാര്യമില്ല, മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലാത്ത പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആക്സെപ്റ്റ് ചെയ്യില്ല, കൺസ്യൂമേഴ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല. എക്സാമ്പിളായിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഹിമ എന്ന് പറയുന്ന പീസ് ബ്രാൻഡ്, അവർ നല്ല നീറ്റായി പാക്ക് ചെയ്തിട്ടൊക്കെ ഓഫർ ചെയ്തതാണ്, പക്ഷേ ആ പ്രോഡക്റ്റ് ഒന്നും കൺസ്യൂമേഴ്സ് വാങ്ങിച്ചില്ല. അതേപോലെ പാർലേയുടെ ഹാംബർഗർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്, അതിനും റിജക്ഷനാണ് നേരിടേണ്ടി വന്നത്. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയെടുക്കണം. രണ്ടാമതായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അവൈലബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, മാൻ, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മണി, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മളുടെ ഈ ഐഡിയയ്ക്ക് സ്യൂട്ടായ രീതിയിൽ നമ്മളുടെ കയ്യിൽ ഉണ്ടോ എന്ന് നോക്കണം. ബിസിനസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് ആണ് അല്ലേ, നമ്മൾക്കറിയുന്നതാണ്. അപ്പോൾ ഫണ്ടില്ലാതെ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്ര വർക്ക് ഫോഴ്സ് വേണം, എത്ര ഫണ്ട് വേണം, എത്ര ക്യാപിറ്റൽ മെഷീനറീസ്, അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫിക്സഡ് അസറ്റ്സ് ആയിട്ടുള്ള മെഷീനറീസ് എത്ര വേണം, ഇതൊക്കെ നമ്മൾക്ക് അവൈലബിൾ ആണോ, ഇത് ഫീസിബിൾ ആണോ എന്നൊക്കെ നോക്കി വേണം നമ്മളൊരു പ്രോഡക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, മുംബൈയിലുള്ള കുറേ ഇൻഡസ്ട്രീസ് അതിൻ്റെ തൊട്ടടുത്തുള്ള സിറ്റികളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം അവിടെ ഫ്രീക്വൻറ്റ് പവർ കട്ട്സ് ആണ്. അപ്പോൾ പവർ ഡ്രിവൺ മില്ലുകൾക്കൊന്നും അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾക്ക് കൃത്യമായി അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കണം. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ,
നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പ്രോഫിറ്റ് മാർജിൻ ലഭിക്കുന്ന പ്രോഡക്റ്റാണ് പ്രോമിസിങ് ഐഡിയ ആയി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതല്ലാതെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതലാണെങ്കിൽ അത്തരം പ്രോഡക്റ്റിനൊരു ഹൈ പ്രൈസ് ചാർജ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ അത്തരം പ്രോഡക്റ്റിനെ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് പരിഗണിക്കണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ അവൈലബിലിറ്റി ആൻഡ് ആക്സസ് ഓഫ് റോ മെറ്റീരിയൽ. നമ്മുടെ അൾട്ടിമേറ്റ് ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന റോ മെറ്റീരിയൽ നമ്മൾക്ക് ഈസിലി അവൈലബിൾ ആണോ, അതിൻ്റെ സോഴ്സസ് ഓഫ് സപ്ലൈ എവിടെയാണ്, കൃത്യമായി സപ്ലയേഴ്സ് അതിൻ്റെ സപ്ലൈ ഉറപ്പ് വരുത്തുന്നുണ്ടോ, ടേംസ് ഓഫ് സപ്ലൈ എങ്ങനെയാണ്, പേയ്മെൻറ്റ് ഫെസിലിറ്റി എങ്ങനെയാണ്, ഇതെല്ലാം നോക്കണം. ഇതൊക്കെ നമ്മൾക്ക് യോജിച്ച രീതിയിലായതാണെങ്കിലേ നമ്മൾക്ക് ആ പ്രോഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അവൈലബിലിറ്റി ഓഫ് ഫണ്ടാണ്. നമ്മൾ പറഞ്ഞു ഫിനാൻസ് ഈസ് എ ലൈഫ് ബ്ലഡ് ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞു. ഫണ്ടില്ലാതെ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ നമ്മളുടെ ഈ ഫീസിബിളായ പ്രോജക്റ്റ് ഐഡിയ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഫണ്ട് നമ്മൾക്ക് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ നോക്കേണ്ടത് ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം കോമ്പറ്റേറ്റേഴ്സ്. ഡിഫറൻഷിയേഷൻ ഉണ്ടോ, വൈവിധ്യവൽക്കരണമുണ്ടോ, മറ്റുള്ളവർ ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത ഈ പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ. അങ്ങനെ യുണീക്കായി നിൽക്കുന്ന പ്രോഡക്റ്റുകളെയാണ് കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുള്ളൂ. അപ്പോൾ അത് ഉറപ്പ് വരുത്തണം. ദെൻ പ്രോഡക്റ്റ് ആക്സെപ്റ്റൻസ്. നമ്മൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമേഴ്സ് അത് വാങ്ങിക്കുമോ എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി അവരുടെ പ്രതികരണങ്ങളോ അവരുടെ എക്സ്പെക്റ്റേഷൻസൊക്കെ നമ്മൾക്ക് ഇൻ്റർവ്യൂകളിലൂടെയോ ഒബ്സർവേഷനിലൂടെയോ ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുത്തോ ഒക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിയാൽ ആക്സെപ്റ്റൻസ് ഉണ്ടാകുമോ എന്ന് നോക്കണം. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ബീഫിന് നല്ല ഡിമാൻഡായിരിക്കും, എന്നാൽ ചില സ്ഥലങ്ങളിൽ ആ പ്രോഡക്റ്റ് വിൽക്കാൻ തന്നെ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ മാർക്കറ്റിൽ അത് ആക്സെപ്റ്റബിൾ ആണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ദെൻ ടെക്നിക്കൽ ഇംപ്ലിക്കേഷൻ. ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ നിലവിലുള്ള ഫാക്ടറിയിലെ പ്ലാന്റ് ആൻഡ് മെഷീനറി മതിയോ, അതിനെന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ മതിയോ, അതോ പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുമോ, സാങ്കേതിക വിദ്യ ലഭ്യമാണോ എന്നൊക്കെ ഉറപ്പ് വരുത്തണം. കാരണം അഡീഷണൽ ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് സഫർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ദെൻ ഫെയിലിയർ റിലേറ്റിംഗ് ടു ദ ഫ്യൂച്ചർ ഓഫ് ദ പ്രോഡക്റ്റ്. അടുത്ത ക്രൈറ്റീരിയ ആയിട്ട് നോക്കുന്നത് ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടോ, നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന് ഭാവിയിൽ നല്ല ഡിമാൻഡ് ഉണ്ടാകുമോ, നല്ല ഫ്യൂച്ചർ ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യണം. ദെൻ ഗവൺമെൻറ് ഒബ്ജെക്ഷൻസ് ആൻഡ് സ്കീംസ്. ഗവൺമെൻറ് പോളിസീസ് നമ്മളുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ചില പ്രോഡക്റ്റുകളിലേക്ക് വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കും. ചില പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്താൽ നമ്മൾക്ക് ഇൻസെൻറ്റീവ്സും സബ്സിഡീസും നൽകുന്നുണ്ടാവും. അപ്പോൾ അത്തരം പ്രോഡക്റ്റ് എൻ്റർപ്രണേഴ്സ് പ്രിഫർ ചെയ്യും. കാരണം വിദേശത്ത് നല്ല ഡിമാൻഡുള്ള ഇന്ത്യൻ പ്രോഡക്റ്റാണ്, അതിൻ്റെ കയറ്റുമതിക്ക് നമ്മൾ ഗവൺമെൻറ് നല്ല സബ്സിഡി നൽകുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ പ്രോഡക്റ്റ് നമ്മൾക്ക് സെലക്ട് ചെയ്താൽ അതിന് ഉറപ്പായിട്ടും നമ്മൾക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ഒബ്ജക്റ്റീവ്സും സ്കീമുകളും എല്ലാം പരിഗണിച്ച് വേണം പുതിയൊരു പ്രോഡക്റ്റിൻ്റെ ആശയം ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 10 ക്രൈറ്റീരിയാസും നോക്കി വേണം ന്യൂ പ്രോഡക്റ്റിൻ്റെ ഐഡിയ സെലക്ട് ചെയ്യാൻ. പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, പുതിയൊരു പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റ് നമ്മൾക്ക് ലോഞ്ച് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് തന്നെ ഈ ക്രൈറ്റീരിയാസ് എല്ലാം നോക്കിയാണ്. ദെൻ നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സാണ്. നമ്മൾ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നാണ് പുതിയൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്ത് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഐഡിയ ജനറേഷൻ, ദെൻ ഐഡിയ സ്ക്രീനിങ്, കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ടെക്നിക്കൽ ആൻഡ് മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ്, ടെസ്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് വാലിഡേഷൻ, കൊമേഴ്സ്യലൈസേഷൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബിസിനസ് ഐഡിയ ഫോം ചെയ്യുമ്പോൾ പറഞ്ഞില്ലേ, ആദ്യം ഐഡിയ ജനറേറ്റ് ചെയ്തെടുക്കണം, എന്നിട്ട് അതിൽ നിന്ന് പ്രോമിസിങ് ഐഡിയാസിനെ സെലക്ട് ചെയ്ത് ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. ഏകദേശം അത് തന്നെ. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തെടുക്കുന്നത് പ്രൊഡക്റ്റിനെ കുറിച്ചൊരു ഐഡിയ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഏത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയായിരിക്കണം, നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഏത് പ്രോഡക്റ്റിനാണ്. അങ്ങനെ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഐഡിയ നമ്മൾക്ക് എക്സ്റ്റേണൽ സോഴ്സുകളിൽ നിന്നും കളക്ട് ചെയ്യാം, ഇൻറ്റേർണൽ സോഴ്സുകളിൽ നിന്നും കളക്ട് ചെയ്യാം. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മളത് ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ്.
അപ്പോൾ ഏത് സോഴ്സിൽ നിന്നാണെങ്കിലും ഡാറ്റ കളക്ട് ചെയ്ത് ഏറ്റവും ഡിമാൻഡുള്ള പ്രോഡക്റ്റ് നമ്മൾ സപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് കിഷോർ ബിയാനി ഓഫ് ഫ്യൂച്ചർ ഗ്രൂപ്പ്. അവർ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ കൺസ്യൂമേഴ്സ് ആർ ലുക്കിംഗ് ഫോർ കാഷ്വൽ വെയേഴ്സ്. അപ്പോൾ അവർ കൊണ്ടുവന്ന ബ്രാൻഡാണ് ഡെനിം ജീൻസ്. അതിന് നല്ല മാർക്കറ്റായി. അപ്പോൾ ഓരോ രീതിയിൽ ഡെനിം ജീൻസ് വിച്ച് വാസ് എ ട്രൗസർ ആൻഡ് ഇൻ ഹിന്ദി ഇറ്റ് വാസ് കാൾഡ് എ പാറ്റ്ലൂൺ. ആഡ് ഫ്രഞ്ച് സ്ലാങ് ടു ഇറ്റ് ആൻഡ് കെയിം ഔട്ട് വിത്ത് എ ബ്രാൻഡ് നെയിം വിച്ച് വാസ് പാൻറ്റലൂൺസ്. അപ്പോൾ നോക്കൂ, അവരുടെ ബിസിനസ് ഐഡിയ, നമ്മുടെ കൺസ്യൂമേഴ്സിന് എന്താണ് ആവശ്യം, അവരെന്താണ് പ്രിഫർ ചെയ്യുന്നത്, അവരെന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഐഡിയ ജനറേറ്റ് ചെയ്തെടുക്കാൻ കഴിയണം. ദെൻ ഐഡിയ സ്ക്രീനിങ് നടത്തണം. ഐഡിയ സ്ക്രീനിങ്ങിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള ഐഡിയ സെലക്ട് ചെയ്യുക. ഫിൽറ്ററിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് എൻഷുർ ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണോ ആ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ അഫോർഡബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾക്ക് റിട്ടേൺ നൽകുന്ന പ്രോഡക്റ്റ് ഏതാണോ അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ദെൻ കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്. അതുവരെ വെറും ഒരു ആശയം മാത്രമായിരുന്ന ആ കാര്യത്തിനെ ഒരു പ്രോഡക്റ്റ് കൺസെപ്റ്റ് ആക്കി മാറ്റുന്നു. പ്രോഡക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റ് എങ്ങനെയുള്ളതായിരിക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ കൊടുക്കണം, എത്ര രൂപയ്ക്ക് കൊടുക്കണം, ഏത് ക്വാളിറ്റി ആയിരിക്കണം, അങ്ങനെ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു. അതൊരു കൺസെപ്റ്റ് ആക്കി വെച്ച് രൂപപ്പെടുത്തി നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് കോഫി, ഇൻസ്റ്റൻറ്റ് കോഫിയുടെ കൺസ്യൂമേഴ്സ് ഓഫ് ബൈയിങ് കോഫി മേക്കിംഗ് മെഷീൻ. അപ്പോൾ എങ്ങനെയാണ് മെഷീൻ വേണ്ടത്? പ്രൈസിൽ നമ്മൾ കാറ്റഗറി തീരുമാനിക്കുന്നത് 600, 1000, 1500. അപ്പോൾ അതിൽ കോഫി ബ്രൂ ടൈം ഒന്നിൽ 4 മിനിറ്റ്, 6 മിനിറ്റ്, 8 മിനിറ്റ്, എബവ് ആവുമ്പോൾ 10 മിനിറ്റ്. കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റിൽ 400 മില്ലി, 600 മില്ലി, 800 മില്ലി, എബവ് ആവുമ്പോൾ 1000 മില്ലി. അപ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെ ആ ഫീച്ചറിനനുസരിച്ച് നമ്മൾക്ക് ആ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയണം. ദെൻ നാലാമത്തേതായി പറയുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മൾക്ക് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റിംഗ് മിക്സിൻ്റെ എലമെൻറ്റുകൾ എങ്ങനെ ഏത് കോമ്പിനേഷനിൽ ഓഫർ ചെയ്യണം, മാർക്കറ്റിൽ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ച് പ്രോഡക്റ്റ് അവതരിപ്പിക്കണം. അപ്പോൾ അതിൽ ഐഡൻറ്റിഫൈ ഇൻ വിച്ച് മാർക്കറ്റ് വിൽ ദ ന്യൂ പ്രോഡക്റ്റ് ക്യാൻ ബി സോൾഡ്. നമ്മൾ ഈ പുതിയ പ്രോഡക്റ്റ് കൺസെപ്റ്റ് ഏത് മാർക്കറ്റിലാണ് നമ്മൾക്ക് വിൽക്കാൻ കഴിയുന്നത്, എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ലാഭം നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതേപോലെ തന്നെ പ്രൈസ് അറ്റ് വിച്ച് ദ ന്യൂ പ്രോഡക്റ്റ് വിൽ ബി സോൾഡ്, എത്ര രൂപയ്ക്ക് ഇത് വിൽക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റ് എത്ര കാലം ലോങ് ടേം നമ്മൾക്ക് അവിടെ വിൽക്കാൻ കഴിയുമോ, ഈ പ്രോഫിറ്റ് ലോങ് ടേം നമ്മൾക്ക് ഏൺ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ആൻഡ് മാർക്കറ്റിംഗ് ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾക്ക് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോംപ്ലക്സ് മാനുഫാക്ചറിങ് പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകുന്നതാണെങ്കിൽ അതിന് ലാബ് ടെസ്റ്റുകളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിനുള്ള ടെക്നിക്കൽ ഫെസിലിറ്റി നമ്മൾക്കുണ്ടോ, അതേപോലെ തന്നെ പുതിയൊരു സർവീസാണ് ഓഫർ ചെയ്യുന്നത് എങ്കിൽ പുതിയ എംപ്ലോയീസിന് നമ്മൾക്ക് അവരുടെ സ്കിൽസ്, അവർക്ക് അതിന് കൃത്യമായ എക്യുപ്മെൻറ്റ് നൽകണം. ആ രീതിയിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശകലനം ചെയ്യണം. പിന്നെ 2 പോസിബിൾ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അപ്പോൾ ദർ ആർ ഓൺലി 2 ഓഫ് മെനി പോസിബിൾ എക്സാമ്പിൾസ് ബട്ട് ഇൻ എവറി കേസ് ദ കമ്പനി മസ്റ്റ് ഡിഫൈൻ ബോത്ത്. അതായത് പ്രോഡക്റ്റ് ഈസ് ആൻഡ് ഹൗ ഇറ്റ് വിൽ ബി ഡെലിവേർഡ് ടു മെനി ബയേഴ്സ്. നമ്മൾക്ക് എങ്ങനെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം, അത് മാക്സിമം ബയേഴ്സിന് എങ്ങനെ സപ്ലൈ ചെയ്യാം. അതേപോലെ മാർക്കറ്റിംഗ് ടെസ്റ്റുകളും നടത്തണം. നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസുകൾ കളക്ട് ചെയ്യുക, അവരുടെ ബൈയിങ് പ്രോസസ്സ് ഒബ്സർവ് ചെയ്യുക, അവർക്ക് എന്താണ് ആവശ്യം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനും പ്രൊമോഷനും പ്രൊഡക്ഷനും പ്രൈസിങ്ങും എല്ലാം മാർക്കറ്റിനെ എയിം ചെയ്തുകൊണ്ട് സ്യൂട്ടബിളായ രീതിയിൽ നമ്മൾക്ക് നടത്താൻ കഴിയണം. പിന്നെ വരുന്നത് ലാസ്റ്റ് സ്റ്റേജ്, അതിൻ്റെ മുന്നേ അതായത് കൊമേഴ്സ്യലൈസേഷന് മുന്നേ നമ്മൾ നടത്തുന്നതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് നമ്മൾ കുറച്ച് ടാർഗറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺസ്യൂമേഴ്സിനെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ 1-2 മാർക്കറ്റ് ഷെയർ സെലക്ട് ചെയ്യുന്നു, അവിടെ ഈ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നു, അവരുടെ ആക്സെപ്റ്റൻസ് എങ്ങനെയാണ്, റിയാക്ഷൻസ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കുന്നു.
അപ്പോൾ ഈ ടെസ്റ്റ് മാർക്കറ്റിലേക്ക് ഈ പ്രോഡക്റ്റ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിന് മുന്നേ 2 രീതിയിൽ ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്താറുണ്ട്. ആൽഫ ടെസ്റ്റിംഗ് ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ്. ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഈസ് സബ്ജക്റ്റ് ടു ചെക്കിംഗ് ഓഫ് ദ പ്രോഡക്ട്സ് സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ഒരു കാറ് എന്ന് പറയുമ്പോൾ ആ കാറിൻ്റെ ടയർ ഇങ്ങനെ ആയിരിക്കണം, സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ ആയിരിക്കണം, അതിന് കുറേ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. അതില്ലേ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഈസ് പുട്ട് ടു ടെസ്റ്റ് ഇൻ എ സിമുലേറ്റഡ് സിറ്റുവേഷൻ. നമ്മളത് ഇപ്പോൾ ഇഫ് ദ പ്രോഡക്റ്റ് പാസസ് ത്രൂ ആൾ ദ ടെസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അവൈലബിൾ ഫോർ ആക്ച്വൽ യൂസ്. അപ്പോൾ എല്ലാ സ്റ്റാൻഡേർഡും തികഞ്ഞതാണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു, അത് ഓടിച്ചു നോക്കുന്നു, ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്തി നോക്കുക എന്ന് പറയില്ലേ. അങ്ങനെ ചെയ്തിട്ടാണ് ഇത് വിൽപ്പനയ്ക്ക് വേണ്ടി നമ്മൾ ഷോറൂമുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ബീറ്റ ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിക്കുക, PDI ഡൺ, അതായത് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ കംപ്ലീറ്റഡ് എന്നുള്ള ആ സ്റ്റിക്കർ നമ്മൾ ആ പ്രോഡക്റ്റിൽ ഒട്ടിച്ചു വെക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകളെ കളക്ട് ചെയ്ത് അവർക്ക് നമ്മൾ ഈ പ്രോഡക്റ്റ് ഓഫർ ചെയ്യും. എന്നിട്ട് അവർ ആ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരിൽ നിന്ന് നമ്മൾ റെസ്പോൺസ് കളക്ട് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പ്രോഡക്റ്റിൽ മാറ്റങ്ങൾ വരുത്തും. പിന്നീടാണ് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള കൊമേഴ്സ്യലൈസേഷൻ ചെയ്യുന്നത്. കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ നടത്തി ഈ പ്രോഡക്റ്റ് മൊത്തം മാർക്കറ്റിലും അവൈലബിൾ ആക്കാം. എല്ലാ സെഗ്മെൻറ്റിലേക്കും പ്രോഡക്റ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ടെസ്റ്റ് മാർക്കറ്റിങ്ങിൽ അങ്ങനെയല്ല, ഏതെങ്കിലും സെലക്റ്റഡ് സെഗ്മെൻറ്റിലോ അല്ലെങ്കിൽ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിന് മാത്രമേ പ്രോഡക്റ്റ് നൽകുന്നുള്ളൂ. എന്നാൽ കൊമേഴ്സ്യലൈസേഷൻ വരുമ്പോൾ ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ലാർജ് ഓഫറിംഗ് ടു ആൾ കൺസ്യൂമേഴ്സ്. അത്രയും സ്റ്റേജുകൾ കടന്നു വേണം ഒരു ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. ഇനി ഇങ്ങനെ ഒരു ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അതായത് ഒരു വെഞ്ചർ ഡെവലപ്മെൻറ്റ് നടത്തുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതാണ് ലാസ്റ്റ് സെഗ്മെൻറ്റ്. അതിൽ ഏറ്റവും ആദ്യം വേണ്ടത് എന്താ? യുണീക്നെസ്. നമ്മുടെ പ്രോഡക്റ്റിന് ഒരു സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി വേണം. ഇപ്പോൾ സ്നിക്കേഴ്സിൻ്റെ ഒരു പരസ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിശക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വിശന്നാൽ അവരുടെ രൂപം മാറും, അവർ സ്നിക്കേഴ്സ് എടുക്കൂ എന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള ചില നമ്മളുടെ പ്രോഡക്റ്റിനൊരു USP, ഒരു യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ കൊണ്ടുവരാൻ ശ്രമിക്കണം. കസ്റ്റമേഴ്സിന് അത് കേൾക്കുമ്പോൾ തന്നെ ആ പ്രോഡക്റ്റ് ഏതാണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ പണ്ടൊക്കെ ബിലീവ് ഇൻ ദ ബെസ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ BPL എന്ന് ഓർമ്മ വരും. അതേപോലെ ക്വാളിറ്റി കാ ദൂസര നാം, ഖെയ്താൻ ഫാൻസ്. അങ്ങനെ ആളുകൾക്ക് കേട്ടാൽ മനസ്സിലാവണം, പെട്ടെന്ന് വേറിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി നമ്മുടെ പ്രോഡക്റ്റിന് വേണം. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾക്ക് അഫോർഡബിൾ ആയിരിക്കണം. എൻട്രപ്രണർക്ക് കൃത്യമായി ഫീസിബിൾ ആയിട്ടുള്ള ഐഡിയ ആണ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ FMCG പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ലാവില്ല. അപ്പോൾ കൃത്യമായി നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഫീസിബിളായ ഐഡിയാസ് തിരഞ്ഞെടുക്കാൻ പറ്റണം. പിന്നെ ഗ്രോത്ത് ഓഫ് സെയിൽസ് ആണ്, ലോങ് ടേം എക്സിസ്റ്റൻസ് ആണ് നമ്മൾ എല്ലായ്പ്പോഴും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചില പ്രോജക്റ്റുകൾക്ക് ഫസ്റ്റ് സ്റ്റേജിൽ നല്ല ഇൻകം ഉണ്ടാവും, ഫ്ലോ ഓഫ് ഇൻകം. കുറച്ച് വർഷം കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ആവും. അങ്ങനെയല്ല, നമ്മൾ ഏത് രീതിയിലുള്ള ഇൻകം ആണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത്തരം വെഞ്ചർ വേണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ എന്താണ്? പ്രോഡക്റ്റ് അവൈലബിലിറ്റി. ഇപ്പോൾ പ്രൊമോഷൻ നമ്മൾ കൃത്യമായി നല്ല പരസ്യം കൊടുക്കും, പ്രൊമോഷൻ ആക്ടിവിറ്റി നടത്തും, സിനിമാ നടിമാരെ കൊണ്ടുവന്ന് അതിൻ്റെ ലോഗോ ഒക്കെ ഇനാഗുറേറ്റ് ചെയ്യും. പക്ഷേ മാർക്കറ്റിൽ ചെന്ന് ചോദിക്കുമ്പോൾ പ്രോഡക്റ്റ് ഇല്ല എന്ന് വിചാരിക്കാം. കസ്റ്റമേഴ്സിന് പിന്നെ ആ പ്രോഡക്റ്റിനുള്ള വിശ്വാസം പോവും. അപ്പോൾ കൃത്യമായി നമ്മൾ അത് എങ്ങനെയാണ്, ഏത് ക്വാളിറ്റിയിൽ വേണം സപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ആ പ്രോഡക്റ്റ് ആവശ്യപ്പെടുന്നവർക്ക് ആവശ്യമായ രീതിയിൽ അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ സോഫ്റ്റ്വെയർ ബഗ്സിൻ്റെയൊക്കെ എക്സാമ്പിൾ അതിൽ പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റിൽ വരുന്നത് കസ്റ്റമർ കണക്റ്റാണ്. കസ്റ്റമർ നോളജ് അബൌട്ട് ദെയർ റിക്വയർമെൻറ്റ്സ്. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സുമായി കോണ്ടാക്റ്റ് വെക്കണം.
നിങ്ങൾക്ക് എന്താണ് ഇനി ആവശ്യം, നിങ്ങൾ നമ്മുടെ പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണോ, ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അവരുടെ ബൈയിങ് ഹാബിറ്റ്സ് എന്താണെന്ന് നോക്കണം, അവരുടെ പേയ്മെൻറ്റ് ഹാബിറ്റ് എങ്ങനെയാണെന്ന് നോക്കണം, മാർക്കറ്റിൽ പോയി നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ട്രെൻഡുകൾ, അവരുടെ രീതികളൊക്കെ മനസ്സിലാക്കണം, വേണമെങ്കിൽ ഗ്രൂപ്പ് ഇൻ്റർവ്യൂസൊക്കെ നടത്തണം, ക്വസ്റ്റ്യനെയേഴ്സ് കൊടുക്കുക, അവരുടെ റെസ്പോൺസ് റെക്കോർഡ് ചെയ്ത് വെക്കുക. അങ്ങനെ കസ്റ്റമേഴ്സുമായി ക്ലോസ് കോണ്ടാക്റ്റ് വെച്ച് അവരുടെ റെസ്പോൺസിൽ നിന്ന് നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അപ്പോൾ പുതിയൊരു വെഞ്ചർ നമ്മൾ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കൃത്യമായ മാർക്കറ്റ് സർവേയും കസ്റ്റമർ റെസ്പോൺസ് ഒബ്സർവേഷനും നിർബന്ധമാണ്. അങ്ങനെയുള്ളവർക്ക് സക്സസ് ഉണ്ടാവും. അതല്ലെങ്കിൽ 4-5 വർഷം നിലനിൽക്കും, അത് കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകും. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്.